ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ബ്രസീലിലേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട്. സാന്റോസ് അദ്ദേഹത്തെ പ്രൗഢ ഗംഭീരമായ രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരു ആരാധക കൂട്ടമാണ് നെയ്മറുടെ തിരിച്ചുവരവ് കാണാൻ വേണ്ടി ഇപ്പോൾ സാന്റോസിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ബ്രസീലിയൻ ജനത തങ്ങളുടെ നായകനെ തിരികെ വരവേറ്റിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നെയ്മർ ജൂനിയർ ഇനി ബ്രസീലിനായി എന്ന് കളിക്കും, അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ബ്രസീലിന് വേണ്ടി ഒരൊറ്റ മത്സരം പോലും കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് മുൻപത്തെ വർഷം ഉറുഗ്വേക്കെതിരെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കളിക്കുന്നതിനിടയിലാണ് നെയ്മർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് ഏറെ കാലം നെയ്മർ ജൂനിയർ കളിക്കളത്തിന് പുറത്തായിരുന്നു. പരിക്കിൽ നിന്നും തിരിച്ചെത്തിയെങ്കിലും അൽ ഹിലാൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് നെയ്മർ സാന്റോസിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ സാന്റോസിന് വേണ്ടി നെയ്മർ വീണ്ടും അരങ്ങേറ്റം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അടുത്ത മാസം 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ കൊളംബിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ. അതിനുശേഷം ചിരവൈരികളായ അർജന്റീനക്കെതിരെ ബ്രസീൽ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ട്. ഇനി പരിക്കുകൾ ഒന്നും പറ്റാതിരുന്നാൽ ആ മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നുള്ളതാണ്. അതായത് മാർച്ച് 26 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. അർജന്റീനയിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ബ്രസീലിന്റെ ജേഴ്സിയിൽ നെയ്മറെ കാണാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ബ്രസീലിനായി കളിക്കണം, അതുകൊണ്ട് തന്നെയാണ് താൻ വേഗം ഇപ്പോൾ ബ്രസീലിലേക്ക് മടങ്ങി എത്തിയിട്ടുള്ളത് എന്ന കാര്യം നെയ്മർ ജൂനിയർ നേരത്തെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിനു മുൻപ് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അന്ന് അർജന്റീന വിജയിച്ചിരുന്നത്. അതിന് ഒരു പ്രതികാരം തീർക്കണമെങ്കിൽ അടുത്ത മാസത്തെ മത്സരത്തിൽ ഇപ്പോൾ ബ്രസീലിന് വിജയം നേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് അർജന്റീനയാണ്, 12 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റുകൾ. ബ്രസീൽ 5-ാം സ്ഥാനത്താണുള്ളത്, 12 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുകൾ. ഏതായാലും അടുത്ത മാസത്തെ മത്സരങ്ങൾക്ക് നെയ്മർ തിരിച്ചെത്തുകയാണെങ്കിൽ അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഊർജം പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.